60 ഡിഗ്രി കോൺ ഉണ്ടാക്കുന്ന ഒരു പിസ കഷ്ണത്തിന്റെ വിസ്തീർണം 77 ഡിവൈഡഡ് ബൈ 3 ആയാൽ പിസ കഷ്ണത്തിന്റെ ആരം എത്ര? ഓക്കെ, ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എൻട്രിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഡിഗ്രി പ്രിലിംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു മാത്തമാറ്റിക്സിന്റെ അടിപൊളി റിവിഷൻ ആണ് ഇന്ന് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ മുൻ വർഷങ്ങളില് ഡിഗ്രി ലെവൽ എക്സാംസിന്, അതായത് പ്രിലിംസിന് ആയിക്കോട്ടെ മെയിൻസിന് ആയിക്കോട്ടെ, ചോദിച്ചിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ നമുക്ക് ഒട്ടും വൈകിക്കാതെ തന്നെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. നോക്കൂ, ആദ്യം തന്നെ ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. ഒരു ട്രെയിൻ മണിക്കൂറിൽ 132 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്നു. ട്രെയിനിന്റെ നീളം 110 മീറ്റർ ആണെങ്കിൽ 165 മീറ്റർ നീളമുള്ള തുരങ്കം കടക്കാൻ എത്ര സമയമെടുക്കും എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ഓപ്ഷൻസ് തന്നിട്ടുള്ളത് 5 സെക്കൻഡ്, 7.5 സെക്കൻഡ്, 15 സെക്കൻഡ്, 10 സെക്കൻഡ് എന്നിങ്ങനെയാണ്. അപ്പൊ ഇവിടെ ട്രെയിനിന്റെ വേഗത തന്നിട്ടുണ്ടല്ലോ. നമുക്ക് ആദ്യം സ്പീഡ് ഒന്ന് എഴുതാം. സ്പീഡ് എത്രയാണ്? 132 കിലോമീറ്റർ പെർ അവർ. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇനി ട്രെയിനിന്റെ നീളം 110 മീറ്റർ ആണെങ്കിൽ ആ ട്രെയിൻ 165 മീറ്റർ നീളമുള്ള തുരങ്കം കടക്കാൻ, അപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്, ഒരു ട്രെയിൻ ഒരു തുരങ്കത്തെ കടക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പാലത്തെ കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമിനെ കടന്നു പോകുമ്പോൾ എന്ന് പറയുമ്പോൾ അതെല്ലാം ഈ തുരങ്കം, പാലം, പ്ലാറ്റ്ഫോം തുടങ്ങിയവയെല്ലാം കുറച്ച് നീളമുള്ള ഒബ്ജക്ട്സ് ആണ് അല്ലെ. അപ്പൊ ഇത്തരത്തിൽ നീളമുള്ള ഒബ്ജക്ട്സിനെ കടന്നു പോകുന്ന സമയത്ത് നമുക്ക് അവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ട്രെയിനിന്റെ നീളം പ്ലസ് തുരങ്കത്തിന്റെ നീളാണെങ്കിൽ അത്, പാലത്തിന്റെ നീളാണെങ്കിൽ അത്, അതും കൂടെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ആഡ് ചെയ്യേണ്ടതുണ്ട് അല്ലെ. അപ്പോ ഇവിടെ ട്രെയിനിന്റെ നീളം 110 മീറ്ററും തുരങ്കത്തിന്റെ നീളം 165 മീറ്ററും ആണെങ്കിൽ ഈ ട്രെയിൻ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ഫോർമുലയില് ഡിസ്റ്റൻസ് ആയിട്ട് നമ്മൾ എന്താ എടുക്കേണ്ടത്? ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു 110, ട്രെയിനിന്റെ നീളമായ 110 പ്ലസ് തുരങ്കത്തിന്റെ നീളമായ 165 ആണ്. 110 പ്ലസ് 165 ആണ്. സോ ഡിസ്റ്റൻസ് നമുക്ക് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് 275 മീറ്റർ എന്നും കിട്ടും. ഓക്കെ, അപ്പൊ സ്പീഡും കയ്യിലുണ്ട്, ഡിസ്റ്റൻസും കയ്യിലുണ്ട്. ഇനി നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് ടൈം ആണല്ലോ, സമയമാണല്ലോ. സമയം കാണാൻ എന്താ ചെയ്യേണ്ടത്? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ്. അപ്പൊ ഫോർമുല നന്നായി അറിഞ്ഞിരിക്കണം. സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ് ആണ്. ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈമും ആണ്. ഓക്കെ അല്ലേ? സോ ടി ഇസ് ഈക്വൽ ടു ഡി ബൈ എസിനകത്ത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി നിങ്ങൾ ഇവിടെ എപ്പോഴും ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ പ്രോബ്ലംസ് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ യൂണിറ്റുകളൊക്കെ ഒന്ന് നോക്കണം. ഇവിടെ സ്പീഡ് തന്നിരിക്കുന്നത് കിലോമീറ്റർ പെർ അവറിലാണല്ലോ, എന്നാൽ ഡിസ്റ്റൻസ് നോക്കിയേ മീറ്ററിലാണ്. ഓപ്ഷൻസ് ആണെങ്കിൽ ടൈം ഒക്കെ എങ്ങനെയാണ്? സെക്കൻഡ്സിലാണ് അല്ലെ. സോ ഈ തന്നിരിക്കുന്ന സ്പീഡായ 132 കിലോമീറ്റർ പെർ അവറിനെ നമ്മൾ ആദ്യം ഒന്ന് എന്താക്കി മാറ്റണം? മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. സോ ഇവിടെയുള്ള സ്പീഡ് ഇപ്പോ 132 കിലോമീറ്റർ പെർ അവർ ആണ്. ഇതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കാൻ ഇൻറ്റു 5/18 എന്നാണ് നമ്മൾ ചെയ്യേണ്ടത്. 132 ഇൻറ്റു 5/18 ചെയ്യുമ്പോൾ അത് എന്തായിട്ട് മാറും? മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് മാറും. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കി മാറ്റാൻ 5/18 കൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. സോ ഇവിടെ നമുക്ക് ജസ്റ്റ് 2 കൊണ്ട് കട്ട് ചെയ്താൽ 9 2s are 18 എന്ന് കിട്ടും. ഇവിടെ 66 എന്ന് കിട്ടും. എഗെയിൻ 22 into 5/3 എന്ന് തന്നെ എഴുതാം. 22 into 5/3. ഇനിയിപ്പോ ഇവിടെ കട്ട് ചെയ്ത് കളയാനായിട്ട് മറ്റൊന്നുമില്ല അല്ലെ. സോ നമുക്ക് 22 into 5/3 എന്ന് മീറ്റർ പെർ സെക്കൻഡ് എന്ന് തന്നെ വിചാരിക്കാം. ഇനി ഇവിടെ ഈ ടൈമിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണ സമയത്ത് ഡിസ്റ്റൻസ് 275 ആണ് അല്ലെ. ഡിസ്റ്റൻസ് 275 ആണ്. ഡിവൈഡഡ് ബൈ സ്പീഡ് ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത് 22 into 5 divided by 3 എന്നാണ്. 22 into 5 divided by 3 എന്നാണ് നമ്മുടെ കയ്യിലുള്ള സ്പീഡ്. ഇനി ഈ താഴെയുള്ള 3 മുകളിലോട്ട് പോകും അല്ലെ. റെസിപ്രോക്കൽ എടുക്കുക. അപ്പോൾ 275 into 3 divided by 22 into 5 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു 11 കൊണ്ട് കട്ട് ചെയ്യാം.
സോ 11 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 2 into 11 ആണ് 22. ഇവിടെ എങ്ങനെ വരും? ഇവിടെ 2 into 11 22 എന്ന് വരും. ബാക്കി ഒരു ബാലൻസ് 5 ഉണ്ട്. 5 into 11 55 എന്ന് കിട്ടും അല്ലെ? ഇനി നമുക്ക് ഈ 5ഉം ഈ 25ഉം കട്ട് ചെയ്യാം. 5 times പോകും 25. സോ ബാലൻസ് ആൻസർ നമുക്ക് എന്താ വരിക? 15 divided by 2 എന്നാണ് അല്ലെ? 15 divided by 2. 15ന്റെ പകുതി എത്രയാണ്? 7.5. 7.5 ആണ് 15ന്റെ പകുതി. 7.5 seconds ആയിരിക്കും ഈ തുരങ്കത്തെ മറികടക്കാനുള്ള സമയം. ക്ലിയർ അല്ലേ? സോ സ്പീഡ് തന്നിട്ടുണ്ട്, ഡിസ്റ്റൻസ് തുരങ്കത്തെയും നമ്മുടെ പാലത്തെയും പ്ലാറ്റ്ഫോമിനെയൊക്കെ കടക്കുന്ന സമയത്ത് ഡിസ്റ്റൻസ് എപ്പോഴും ട്രെയിനിന്റെ ലെങ്ത് പ്ലസ് പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത് അല്ലെങ്കിൽ തുരങ്കത്തിന്റെ ലെങ്ത് ആയിരിക്കും. ഇനി ടൈം ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ടൈം ആണെങ്കിൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ് ആണ് അല്ലെ? സ്പീഡ് km/h ആയതുകൊണ്ട് അതിനെ നമ്മൾ m/s ആക്കി. ഇവിടെ ഇങ്ങനെ ഇട്ട് ചെയ്തത് നമുക്ക് കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ 22 into 5/3 എന്ന് നമുക്ക് സ്പീഡ് കിട്ടിയിട്ടുണ്ട്. അത് നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കട്ട് ചെയ്യുക, ആൻസർ കിട്ടും 7.5 സെക്കൻഡ് എന്ന്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. n-ന്റെ വില കാണുക. 27 raised to 1.5 into 9 raised to 1.25 divided by 3 raised to 5 is equal to 3 raised to n എന്നാണ് തന്നിട്ടുള്ളത്. ഇവിടെ n ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇത്തരത്തില് നമുക്ക് പലതരത്തിലുള്ള പവേഴ്സ് തരുമ്പോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിന്റെ ബേസുകൾ സെയിം ആക്കുക. ബേസ് എന്ന് പറയുമ്പോൾ ആരാണ്? 27, 9, 3, 3 എന്നുണ്ട് അല്ലെ? അപ്പൊ ഈ 27നെയും 9നെയും 3യും ഇതെല്ലാം നമ്മൾ ഒരു സെയിം ബേസ് ആക്കി മാറ്റണം. അപ്പൊ നമ്മള് 2 raised to 5 എന്ന് എഴുതി കഴിഞ്ഞാൽ ഈ 2നെയാണ് നമ്മൾ ബേസ് എന്ന് പറയാ. ഇതാണ് നമ്മുടെ പവർ എന്ന് പറയുന്നത് അല്ലെ? സോ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിന്റെ ബേസ് എല്ലാം നമ്മൾ ഒന്ന് സെയിം ആക്കാനായിട്ട് പോവാണ്. സോ ആദ്യം നമുക്ക് 27 raised to 1.5 into 9 raised to 1.25 divided by 3 raised to 5 is equal to 3 raised to n എന്നാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലെ? ഇനി 27നെ നമുക്ക് 3 cube എന്ന് എഴുതിക്കൂടെ? എഴുതാം. സോ 3 cube raised to 1.5 into 9നെ നമുക്ക് 3 square എന്ന് എഴുതാം. 3 square raised to 1.25. ഓക്കെ, 3 square raised to 1.25 എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ 3 raised to 5 അതുപോലെ തന്നെ എഴുതാം. 3 raised to n-ഉം അതുപോലെ തന്നെ എഴുതാം. ഓക്കെ, ഇനി നിങ്ങൾ എക്സ്പോണൻസിൽ പഠിച്ചിട്ടുണ്ടാവും a raised to m the whole raised to n എന്ന് പറഞ്ഞാൽ a raised to m into n ആണ് അല്ലെ? a raised to m the whole raised to n എന്ന് പറഞ്ഞാൽ a raised to m into n ആണ്. സോ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? 3 raised to 3 into 1.5. ഓക്കെ, 3 raised to 3 into 1.5 into 3 square into 1.25 എന്ന് എഴുതാം. 3 square into 1.25 divided by 3 raised to 5 is equal to 3 raised to n എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇനി ആ മുകളിലുള്ള 3 into 1.5 ഒന്ന് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ നമുക്ക് എത്രയാണ് വരുന്നത്? 3 raised to 4.5 എന്ന് വരും അല്ലെ? 3 raised to 4.5 into ഇവിടെയാണെങ്കിലോ 3 raised to 2.5 എന്നും വരും അല്ലെ? 3 raised to 4.5 into 3 raised to 2.5 divided by 3 raised to 5 is equal to 3 raised to n എന്ന് കിട്ടും. ഇത്രയും വരെ നമുക്ക് കണ്ടുപിടിക്കാനാണ് ആദ്യം അറിയേണ്ടത്. ഇനി മക്കളെ നിങ്ങൾക്കറിയാം a raised to m into a raised to n എന്ന് വെച്ചാൽ a raised to m plus n അല്ലേ? a raised to m into a raised to n എന്ന് വെച്ചാൽ a raised to m plus n ആണ്. a raised to m divided by a raised to n എന്ന് വെച്ചാൽ a raised to m minus n ആണ് അല്ലെ? a raised to m plus a raised to n എന്ന് വെച്ചാൽ a raised to m plus n ഉം a raised to m divided by a raised to n എന്ന് വെച്ചാൽ a raised to m minus n ഉം ആണ്. സോ ഇവിടെ നോക്കൂ, ഇവിടെ ഈ പവറിലുള്ള മീൻസ് താഴെയുള്ള എല്ലാ ബേസും എന്താണ്? സെയിം ആണ്. സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 3 raised to 4.5 plus 2.5 എന്ന് എഴുതാം അല്ലെ? ഇനി ഡിവൈഡഡ് ബൈ 3 raised to 5 is equal to 3 raised to 9 എന്ന് വരും. ഇനി ഈ കാണുന്ന 4.5നെയും 2.5നെയും നമ്മൾ ആഡ് ചെയ്താൽ നമുക്ക് എന്താണ് കിട്ടുക? 4.5 plus 4.5 plus 2.5 എത്രയാ വരുന്നത്?
7 അല്ലെ 3⁻7 അല്ലെ 4.5 plus 2.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 3⁻7 ആണ് divided by 3⁵ ആണ് 3n എന്നുള്ളത് ഓക്കെ divided by 3⁵ ആണ് 3n സോ ഇവിടെ നമുക്ക് എന്താണ് ബേസ് എല്ലാം തന്നെ സെയിം ആണ് അല്ലെ അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി എന്ത് ചെയ്താൽ മതി ആ പവേഴ്സിനെ മാത്രം എടുത്ത് എഴുതിയാൽ മതി അതായത് n എന്ന് പറയണത് ഇവിടെ പവർ ഇവിടെ നോക്കൂ 3⁻7 3⁵ കൊണ്ട് ഡിവൈഡ് ആ ചെയ്യുന്നത് അപ്പൊ ഡിവൈഡ് ചെയ്യുമ്പോൾ അത് എങ്ങനെ ആവണം 3⁻7 - 5 എന്നാവണം അല്ലെ 3⁻7 - 5 is equal to 3n എന്നായി സോ 3 സ്ക്വയർ ആണ് 3n എന്ന് പറയണത് ബേസ് സെയിം ആയാൽ പവേഴ്സ് തുല്യമായിരിക്കും സോ n equal to 2 എന്ന് എഴുതാം ഓക്കെ n equal to 2 എന്ന് എഴുതാം അപ്പൊ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പോവേണ്ട ആവശ്യമില്ല നമുക്ക് ഈ ഒരു സ്റ്റെപ്പിൽ നിന്ന് തന്നെ നമുക്ക് ആ പവേഴ്സിനെ കംപ്ലീറ്റ് ആയിട്ട് എഴുതാവുന്നതേ ഉള്ളൂ അതായത് 4.5 plus 2.5 minus 5 ആണ് n എന്ന് എടുത്താലും മതി ഓക്കെ കുറച്ച് മനസ്സിലാകാൻ വേണ്ടി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ ആക്ച്വലി നമുക്ക് ആ ഒരു സ്റ്റെപ്പിൽ നിന്ന് തന്നെ a raised to m into a raised to n എന്ന് പറയുന്ന a raised to m plus n ആണെന്ന് അതേപോലെ a raised to m divided by a raised to n a raised to m minus n ആണെന്ന് അറിഞ്ഞാൽ ആ ഒരു സ്റ്റെപ്പിൽ നിന്ന് തന്നെ ഈ n ന്റെ വാല്യൂ നമുക്ക് കണ്ടെത്താവുന്നതാണ് അല്ലെ സോ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ് ഓപ്ഷൻ ഡി ആണ് 2 ആണ് ആൻസർ ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം 0.3 0.6 ബാർ 6 ബാർ എന്ന് പറഞ്ഞാൽ അറിയാലോ അതായത് റിപ്പീറ്റഡ് ആയിട്ട് പോകുന്ന ഡെസിമൽ ആണ് 0.75 1.01 ബാർ യുക്തിസഹമായ രീതിയിൽ വീണ്ടും എഴുതുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് എന്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് സോ ഇവിടെ ഓപ്ഷനിലൊക്കെ തന്നിട്ടുള്ളത് ഫ്രാക്ഷൻസ് ആണ് 3/10 3/5 3/4 100/99 അതുപോലെയുള്ള ഫ്രാക്ഷൻസ് ആണ് തന്നിട്ടുള്ളത് സോ ഈ തന്നിരിക്കുന്ന വാല്യൂസിനെ ഒക്കെ നമ്മൾ എന്തിലേക്ക് മാറ്റണം ഭിന്നസംഖ്യ ഫ്രാക്ഷനിലേക്ക് മാറ്റേണ്ടതുണ്ട് അപ്പൊ ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് വൺ 0.3 ആണ് 0.3നെ നമ്മൾ എങ്ങനെയാ ഫ്രാക്ഷനിലായിട്ട് എഴുതുക 3/10 എന്നാണ് എഴുതുന്നത് അല്ലെ 3/10 എല്ലാ ഓപ്ഷനിലും നിങ്ങൾക്ക് ആദ്യത്തെ വാല്യൂ 3/10 ആണ് കാണാൻ പറ്റുന്നത് ഇനി 0.6 ബാർ എന്താ 0.6 ബാർ എന്ന് പറഞ്ഞാൽ ഇതാണ് റെക്കറിംഗ് ഡെസിമൽ അതായത് 6 റിപ്പീറ്റഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നമ്പർ 0.666 എക്സെട്ര ഇങ്ങനെ പോകുന്നതാണ് ഈ 0.6 ബാർ എന്ന് എഴുതിയാലുള്ള മീനിങ് ഓക്കെ അല്ലേ അപ്പൊ നമുക്കറിയാം 0.666 എക്സെട്ര എന്നുള്ള ഒരു ഡെസിമൽ നമ്പറിനെ നമ്മൾ എങ്ങനെയാണ് ഒരു ഫ്രാക്ഷൻ ആക്കിയിട്ട് എഴുതുക 0.666 എക്സെട്ര അല്ലെങ്കിൽ 0.555 എക്സെട്ര 0.222 എക്സെട്ര എന്നുള്ളതിനെ നമുക്ക് ഇവിടെ ഒരു ഡിവൈഡഡ് ബൈ 9 എന്ന് കൊടുത്താൽ മതി 6 ഡിവൈഡഡ് ബൈ 9 പക്ഷെ നമ്മൾ ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ 6/9 എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റുന്നില്ല അല്ലെ സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു 3 കൊണ്ട് കട്ട് ചെയ്യാം 2 3s are 6 3 3s are 9 2/3 എന്ന് വരും ഓക്കെ ദെൻ നെക്സ്റ്റ് വരുന്നത് 0.75 എന്നാണ് 0.75 എന്ന് പറയേണ്ട ഫ്രാക്ഷണൽ ഫോം 75/100 എന്നാണ് അല്ലെ 75/100 നമുക്ക് ഓപ്ഷനിൽ കാണാനായിട്ട് കഴിയുന്നില്ല സോ അതിനെ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും 75/100നെ നമുക്ക് 3/4 എന്ന് എഴുതിക്കൂടെ 3/25 കൊണ്ട് കട്ട് ചെയ്താൽ 3/4 എന്ന് എഴുതാം ഓക്കെ ഇനി നെക്സ്റ്റ് ലാസ്റ്റ് വൺ ആയിട്ട് വരുന്നത് 1.01 ബാർ ആണ് 1.01 ബാർ ഇവിടെ 0.1 ബാർ എന്ന് എഴുതിയ മീനിങ് 0.1 റെക്കറിംഗ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് 1.01 01 01 എക്സെട്ര എന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന നമ്പർ ആണ് 1.01 ബാർ ഇതിനെ നമുക്ക് എങ്ങനെ ഫ്രാക്ഷൻ ആക്കാൻ പറ്റും ഈ 1 പ്ലസ് ഈ മുകളിൽ റിപ്പീറ്റഡ് ആയി പോകുന്ന നമ്പർ 01 ഡിവൈഡഡ് ബൈ 99 എന്ന് എഴുതാം ഓക്കെ 1 പ്ലസ് 01 ഡിവൈഡഡ് ബൈ 99 01 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ് 1 തന്നെയാണ് 99 into 1 99 so 99 plus 1 divided by 99 എന്ന് വരും which is equal to 100 divided by 99 എന്ന് വരും so ഇപ്പൊ നമ്മൾ 4 ഡെസിമൽ നമ്പറിനെയും എന്താക്കി ഫ്രാക്ഷൻ ആക്കി ഒന്ന് 3/10 എല്ലാ ഓപ്ഷനിലും 3/10 കാണാം then 2/3 2/3 ബിയിലും സിയിലും ആണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് then 3/4 ബിയിലും സിയിലും ഉണ്ട്
then last value 100 divided by 9 D9 100 divided by 99 എവിടെയാണുള്ളത് C യിലാണുള്ളത് so option C ആണ് നമ്മുടെ correct ആയിട്ടുള്ള ആൻസർ വരുന്നത് okay അല്ലേ yes അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം 9 raised to x minus 3 is equal to 27 raised to 4 minus x ആയാൽ x ന്റെ വില എത്ര നോക്കൂ 9 raised to x minus 3 is equal to 27 raised to 4 minus x ആണ് അല്ലേ 9 raised to x minus 3 is equal to 27 raised to 4 minus x നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തതുപോലെ തന്നെ എക്സ്പോണൻസിന്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞേ നമ്മൾ ബേസ് സെയിം ആക്കണം എന്ന് ഇവിടെ നോക്കൂ 9 ഉം 27 ആണ് നമുക്ക് ബേസ് ഒന്ന് സെയിം ആക്കാം 9 നെ 3 സ്ക്വയർ എന്ന് എഴുതിക്കൂടെ 3 square raised to x minus 3 is equal to 27 നമുക്ക് 3 cube എന്ന് എഴുതാം 3 cube raised to 4 minus x എന്ന് വരും okay ഇനി എന്താ ഇനി നമുക്കറിയാലോ a raised to m the whole raised to n എന്ന് വെച്ചാൽ a raised to m into n ആണ് a raised to m the whole raised to n is a raised to m into n so ആ രീതിക്ക് ഇതിനെ ഒന്ന് മാറ്റി കഴിഞ്ഞാൽ 3 raised to 2 into x minus 3 is equal to 3 raised to 3 into 4 minus x എന്ന് കിട്ടും ഈ ഒരു സ്റ്റെപ്പിൽ നോക്കൂ നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത് ഈക്വൽ ടൂന്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ബേസ് സെയിം ആണ് ഇത്തരത്തിൽ ബേസ് സെയിം ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പവേഴ്സിനെ എന്ത് ചെയ്താൽ മതി ഇക്വേറ്റ് ചെയ്താൽ മതി പവേഴ്സിനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത് നോക്കൂ 2 into x minus 3 is equal to 3 into 4 minus x എന്ന് വരും 2 into x minus 3 is equal to 3 into 4 minus x അപ്പോൾ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ 2x minus 6 is equal to 12 minus 3x എന്ന് വരും അല്ലേ എക്സിനെയൊക്കെ ഒരു വശത്തും നമ്പേഴ്സിനെയൊക്കെ മറ്റൊരു വശത്തേക്കും കൊണ്ടുപോയാൽ 2x plus 3x is equal to 12 plus 6 എന്നാവും 2x plus 3x is equal to 12 plus 6 that is 5x is equal to 18 എന്നും x is equal to 18 divided by 5 എന്നും നമുക്ക് കിട്ടും 18 divided by 5 എന്ന് നമുക്ക് ഓപ്ഷൻ എയിൽ കാണാൻ പറ്റും ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ x ന്റെ വാല്യൂ വരുന്നത് ഓക്കെ സോ ഇത്തരത്തില് എക്സ്പോണൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്താണ് ബേസ് സെയിം ആക്കാനായിട്ട് നോക്കാം ബേസ് സെയിം ആവാൻ പറ്റുന്ന നമ്പേഴ്സ് തന്നെയായിരിക്കും നമുക്ക് ക്വസ്റ്റ്യനിൽ കാണാനായിട്ട് കഴിയുക സോ 9 എന്ന് പറയുന്നത് 3 സ്ക്വയർ ആണ് 27 എന്ന് പറയുന്നത് 3 ക്യൂബ് ആണ് എന്നറിയുന്നവർക്ക് എളുപ്പത്തിൽ ഇത് ചെയ്യാനായിട്ട് കഴിയും ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 552 552 തുക നൽകാൻ 2 10 18 എക്സെട്ര എന്നതിന്റെ എത്ര ശ്രേണി എണ്ണം എടുക്കണം എന്നാണ് ചോദ്യം ഇപ്പൊ നമ്മൾ ഡിഗ്രി ലെവൽ എക്സാംസിന്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷിലാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യനെ അതേപടി മലയാളത്തിലേക്ക് ആക്കുന്ന സമയത്ത് നമുക്ക് ഈ മലയാളം വായിച്ച് ഇതിന്റെ മീനിങ് മനസ്സിലാക്കി എടുക്കാൻ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയേക്കാം അപ്പൊ എപ്പോഴും നിങ്ങൾ ഇംഗ്ലീഷുള്ള ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ട് ആൻസർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഓക്കെ സോ ഇവിടെ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഉണ്ട് നമുക്കറിയാം അല്ലെ ഒരു ശ്രേണി ഉണ്ട് അതിനകത്ത് തുക അല്ലെ 2 10 18 എക്സെട്ര എന്ന് പറയുന്ന ശ്രേണിയുടെ തുകയാണ് 552 തന്നിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ എത്ര എണ്ണം എടുക്കണം അതായത് n എന്താണ് എന്ന് കണ്ടുപിടിക്കാനാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത് സോ ഇവിടെ Sn കാണാനുള്ള ഫോർമുല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും n by 2 into 2a plus n minus 1 into d ആണ് ഇവിടെ 2 10 18 എന്ന് പറയുന്നത് ഒരു സമാന്തര ശ്രേണി ഒരു അരിത്തമാറ്റിക് സീക്വൻസ് ആണ് അല്ലെ അരിത്തമാറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടേം ആണ് ആദ്യ പദമാണ് a അതായത് 2 അല്ലെ ഈ 2 നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് 2 10 18 എക്സെട്ര എന്നുള്ളതാണ് ആദ്യ പദം 2 ആണ് 2 ആണ് കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ് തൊട്ടടുത്ത രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം സോ അതെല്ലാം എന്താണ് എന്നൊന്ന് ഇവിടെ നോക്കണം നമ്മളോട് ചോദിച്ചിട്ടുള്ളത് n എത്രയാണ് എന്നുള്ളതാണ് ഓക്കെ സോ ഇവിടുന്ന് a എങ്ങനെ എഴുതാം a is equal to 2 ആണ് d എന്ന് പറഞ്ഞാൽ 10 minus 2 എത്രയാ വരിക 8 എന്നാണ് വരിക അപ്പോൾ a 2 എന്നും d 8 എന്നും കിട്ടി എന്ന് നമുക്ക് അറിഞ്ഞൂടാ പിന്നെ ഇവിടെ തന്നിട്ടുള്ളത് Sn ആണ് അതായത് ഇത്രയും എത്ര എണ്ണമാണോ എന്നുള്ളത് അതിന്റെ തുക എത്രയാണ് 552 ആണ് 552 ആണ് സോ അതും നമുക്ക് തന്നിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം നമ്മൾ ഈ ഫോർമുലയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ
552 is equal to n അറിഞ്ഞൂടാ n/2 into 2a എന്ന് പറയുമ്പോൾ എന്താ 2 into 2 4 plus n minus 1 into d എത്രയാണ് 8 ആണ്. ഇങ്ങനെ നമുക്ക് എഴുതാനായിട്ട് പറ്റും ആ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ. ഇനി 552 is equal to n/2 into ഇവിടെ 4 plus 8n minus 8 എന്ന് വരും. ആ 8നെ n ആയിട്ടും അല്ലെ, ആ 8നെ n ആയിട്ടും ഈ ഒരു -1 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 8n minus 8 എന്ന് കിട്ടും. ഇനി ഇവിടുന്ന് ഈ നമ്പേഴ്സിനെ ഒന്ന് കറക്റ്റ് ആക്കി എഴുതി കഴിഞ്ഞാൽ 552 is equal to n/2 into ഇവിടെ 4 minus 8 എന്നുള്ളത് എങ്ങനെ എഴുതാൻ പറ്റും? 8n minus 4 എന്ന് എഴുതാം. ഇതുവരേക്കും എഴുതാൻ കിട്ടിക്കഴിഞ്ഞാൽ ഇതിനെ പിന്നെ ഒരുപാട് നമ്മൾ ചെറുതാക്കാനായിട്ട് പോവേണ്ട ആവശ്യമില്ല. ഇവിടെ നിന്ന് നമുക്ക് ഓപ്ഷനിൽ തന്നിട്ടുള്ളതെല്ലാം തന്നെ n-ന്റെ വാല്യൂ ആണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ. അപ്പോ ഇതിനകത്ത് ഏത് ഓപ്ഷൻ ഇട്ട് കൊടുത്താലാണ് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുക എന്ന് നോക്കിയാൽ മതി. അതായത് n-ന്റെ സ്ഥാനത്ത് ഇപ്പൊ നമ്മൾ 10 കൊടുത്തു കഴിഞ്ഞാൽ 552 കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ n-ന്റെ സ്ഥാനത്ത് 12 കൊടുക്കുമ്പോൾ നമുക്ക് 552 കിട്ടുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ചെക്ക് ചെയ്താൽ മതി. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ എടുത്തിട്ട് നമുക്ക് n is equal to 10 എന്നാണ് തന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ ഇതിനകത്ത് ഇട്ട് കൊടുത്താൽ നമ്മുടെ കയ്യിലുള്ളത് എന്താ? 552 എന്ന് പറയണത് n minus 2 into 8n minus 4 എന്നാണ്. n/2 into 8n minus 4 ആണ്. സോ ഇതിനകത്ത് ഈ n-ന് 10 കൊടുത്തു കഴിഞ്ഞാൽ 10/2 എന്ന് പറയുന്നത് എത്രയാവും? 5 ആവും അല്ലെ. 5 into 8 into 10 80 minus 4 എന്ന് പറയുന്നത് എത്ര വരും? 5 into 76 ആണ് അല്ലെ. 5 into 76 എപ്പോഴും എന്താണ്? 552 ഈക്വൽ ആണോ? അല്ല. അത് നമുക്ക് അവിടെ തന്നെ മനസ്സിലായി അല്ലെ. 5 into 6 30. അപ്പൊ ലാസ്റ്റ് ഡിജിറ്റ് 0 ആണ് വരിക. അപ്പൊ തന്നെ നമുക്കത് മനസ്സിലായി ആ ഓപ്ഷൻ തെറ്റാണ് അല്ലെ. n-ന്റെ വാല്യൂ 10 അല്ല. നെക്സ്റ്റ് നമ്മുടെ കയ്യിലുള്ളത് ഏതായിരുന്നു? n-ന്റെ വാല്യൂ സെക്കൻഡ് വാല്യൂ തന്നിട്ടുള്ളത് ഓപ്ഷൻ ബി 12 ആണ് അല്ലെ. സോ n equal to 12 ഒന്ന് കൊടുത്തു നോക്കാം. n equal to 12 കൊടുക്കുമ്പോൾ n/2 into 8n minus 4ന്റെ വാല്യൂ നമുക്ക് 552 വരുന്നുണ്ടോ നോക്കണം. സോ എങ്ങനെ നമുക്ക് ചെയ്യാം? n/2 12/2 എന്ന് പറഞ്ഞാൽ 6 ആണ്. 6 into 8 into 12 minus 4 എന്ന് വരും. That is 6 into 8 into 12 ചെയ്യുമ്പോൾ 96 ആണ്. 96 minus 4 എന്ന് വരും. That is 6 into 92 എന്ന് വരും. 2 then 55. നോക്കൂ 552 എന്ന് നമുക്ക് കിട്ടി. അതായത് n equal to 12 എന്ന ഇക്വേഷനിൽ കൊടുത്തപ്പോൾ ആ ഇക്വേഷൻ എന്ത് ചെയ്തു? സാറ്റിസ്ഫൈ ചെയ്തു. ആൻസർ നമുക്ക് 552 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് എന്ത് തീരുമാനിക്കാം? ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് മനസ്സിലാവും അല്ലെ. അതല്ലാതെ ഇനി ഈ 2-നെ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോയി 8n² minus 4n എന്നൊക്കെ പറഞ്ഞ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയി അത് സോൾവ് ചെയ്യാനൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആണ്. അതുകൊണ്ട് എപ്പോഴും ഈ ഒരു സ്റ്റെപ്പ് വരെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓപ്ഷൻ ഇട്ട് കൊടുത്ത് നോക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ. സോ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 12 ആണ്. ദെൻ ആറാമത്തെ ചോദ്യം നോക്കാം. 60 ഡിഗ്രി കോൺ ഉണ്ടാക്കുന്ന ഒരു പിസ കഷ്ണത്തിന്റെ വിസ്തീർണം 77 divided by 3 ആയാൽ പിസ കഷ്ണത്തിന്റെ ആരം എത്ര? ഓക്കെ, ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 14 സെന്റിമീറ്റർ, 3 സെന്റിമീറ്റർ, 11 സെന്റിമീറ്റർ, 7 സെന്റിമീറ്റർ. അപ്പൊ ഒരു പിസ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം അതൊരു സർക്കുലർ ഷേപ്പിലാണ് ഉണ്ടാവുക അല്ലെ. അപ്പോൾ അതിന്റെ ഒരു കഷ്ണം എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരുന്ന ആ ഒരു ഭാഗമാണ്. ആ ഒരു കഷ്ണം എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു സെന്ററിൽ നിന്ന് മുറിച്ചെടുക്കുന്ന ആ ഒരു ഭാഗമാണ്. അവിടെ ഉണ്ടാക്കുന്ന കോൺ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. അതായത് ഈ ഒരു കോണാണ് തന്നിട്ടുള്ളത് 60 ഡിഗ്രി എന്ന്. ഒരു വൃത്തത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു പോർഷനെ നമ്മൾ വിളിക്കുന്നത് വൃത്താംശം എന്ന് മലയാളത്തിലും സെക്ടർ എന്ന് ഇംഗ്ലീഷിലുമാണ്. വൃത്താംശം അഥവാ സെക്ടർ എന്നാണ് ഈ ഒരു പോർഷൻ അറിയപ്പെടുന്നത്. അപ്പോ ഈ ഒരു വൃത്തത്തിന്റെ സെന്ററിൽ നിന്നും ഈ ഒരു വൃത്തം വരേക്കുമുള്ള ദൂരമാണ് എന്താ? അതിന്റെ റേഡിയസ് അഥവാ ആരം, ആർ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ആ പിസ കഷ്ണത്തിന്റെ ആർ അഥവാ ആരം എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചത്. ഓക്കെ, പക്ഷെ പിസ കഷ്ണത്തിന്റെ വിസ്തീർണം നമുക്കറിയാം 77 divided by 3 ആണ് അല്ലെ. സോ ഇവിടെ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഏരിയ ഓഫ് എ സെക്ടർ, ആ ഒരു ഫോർമുലയാണ്. അപ്പോ അറിയാത്തവർ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഏരിയ ഓഫ് എ സെക്ടർ എന്ന് പറയുന്നത് എന്താണെന്നറിയോ?
പൈ ആർ സ്ക്വയർ ഇൻറ്റു തീറ്റ ഡിവൈഡഡ് ബൈ 360 ഡിഗ്രി ആണ്. എന്താണ്? പൈ ആർ സ്ക്വയർ ഇൻറ്റു തീറ്റ ഡിവൈഡഡ് ബൈ 360 ഡിഗ്രി ആണ് ഏരിയ ഓഫ് എ സെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ആ തീറ്റയാണ് ആ 60 ഡിഗ്രി ആംഗിൾ ആയിട്ട് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ആർ നമുക്ക് അറിഞ്ഞുകൂടാ, ആറാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. പക്ഷേ ഈ ഏരിയ അഥവാ വിസ്തീർണം കണ്ടോ, വിസ്തീർണം നമുക്ക് തന്നിട്ടുണ്ട് 77 ഡിവൈഡഡ് ബൈ 3 ആണ്. സോ ഇവിടെ നമുക്ക് അറിയുന്ന വാല്യൂസ് എല്ലാം തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഏരിയ എത്രയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്? ഏരിയ 77 ഡിവൈഡഡ് ബൈ 3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇസ് ഈക്വൽ ടു പൈയുടെ വില എപ്പോഴും നമ്മൾ എന്തായിട്ട് എടുക്കണം? 22/7 ആയിട്ട് എടുക്കണം. കട്ട് ചെയ്ത് കളയാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ 22/7 എടുക്കുന്നത്. അതല്ലെങ്കിൽ 3.14 ആണ് പൈയുടെ വില. സോ ഇവിടെ 22/7 എന്ന് എടുത്തു, ഇൻറ്റു ആർ സ്ക്വയർ ഇൻറ്റു തീറ്റ എന്ന് പറയുന്നത് 60 ആണ്. 60 ഡിവൈഡഡ് ബൈ 360 ഡിഗ്രി. 60 ഡിഗ്രി ഡിവൈഡഡ് ബൈ 360 ഡിഗ്രി. ഇതിൽ നിന്നും നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ആറിന്റെ വിലയാണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് ഇവിടെ ഈ 0 വെട്ടിക്കളയാം. 6 36 എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യാം? ഇവിടെ ഇനി ബാക്കി ഒരു 1/6 ആർ സ്ക്വയർ ഉണ്ട്, ഒരു 22/7 ഉണ്ട്. ഇത് രണ്ടിനെയും നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവിടുന്ന് ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു 77/3 അതുപോലെ തന്നെ നിൽക്കും. ഈ 22/7 അപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ അത് തിരിഞ്ഞു വരും, 7/22 എന്നാവും. ഈ 1/6 ആ സൈഡിലേക്ക് പോകുമ്പോൾ 6/1 എന്നാവും. അതിനെ നമുക്ക് എന്ത് എഴുതാം? 6 എന്ന് എഴുതാം. ഇനി ഇതിനെ ഒന്ന് കട്ട് ചെയ്താൽ മതി. 11 കൊണ്ട് കട്ട് ചെയ്താൽ 2 11s are 22, 7 11s are 77 എന്ന് കിട്ടും. ഇനി ഈ 2 കൊണ്ട് 6നെ കട്ട് ചെയ്താൽ 3 2 6 3 എന്ന് വരും. ഈ 3ഉം കട്ട് ചെയ്ത് പോയിട്ട് നമുക്ക് ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു 7 സ്ക്വയർ എന്ന് കിട്ടും അല്ലെ. 7 into 7 7 സ്ക്വയർ ആണ്. ആർ സ്ക്വയർ 7 സ്ക്വയർ ആണെങ്കിൽ ഇവിടെ നിന്ന് ആർ ഈക്വൽ ടു നമുക്ക് എന്താണെന്ന് എഴുതാം? 7 ആണെന്ന് എഴുതാം. ആർ ഈക്വൽ ടു 7 സെന്റിമീറ്റർ ആയിരിക്കും. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, സോ ഇവിടെ ഒരു വൃത്തത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണിത്. അപ്പോ ഓർത്ത് വെച്ചേക്കുക, ഏരിയ ഓഫ് എ സെക്ടർ, ഒരു വൃത്താംശത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ ഇൻറ്റു തീറ്റ ഡിവൈഡഡ് ബൈ 360 ഡിഗ്രി ആയിരിക്കും. പൈ ആർ സ്ക്വയർ ഇൻറ്റു തീറ്റ ഡിവൈഡഡ് ബൈ 360 ഡിഗ്രി ആണ് നമ്മുടെ സെക്ടറിന്റെ ഏരിയ വരുന്നത്. അവിടെ നിന്ന് റേഡിയസ് ആണ് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. റേഡിയസ് 7 സെന്റിമീറ്റർ ആയിരിക്കും. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ചോദ്യം നോക്കാം. രണ്ട് സംഖ്യകൾ 3:5 എന്ന അനുപാതത്തിലാണ്. ഓരോ സംഖ്യയും 10 കൂട്ടിയാൽ അവയുടെ അനുപാതം 5:7 ആയി മാറുന്നു എങ്കിൽ സംഖ്യകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ രണ്ട് റേഷ്യോ നമുക്ക് അവൈലബിൾ ആണ്, 3:5 5:7. ഓരോന്നിലും നമ്മൾ എന്ത് കൂട്ടുകയാണ്? ഇപ്പൊ 3:5 എന്നുള്ളത് എന്തോ 10 കൂട്ടിയപ്പോഴാണ് എന്തായിട്ട് മാറിയത്? 5:7 എന്നായിട്ട് മാറിയത്. അപ്പൊ 3 5 ആയപ്പോൾ അവിടെ ഇൻക്രീസ് ആയത് എത്രയാണ്? 2 യൂണിറ്റ് ആണ്. 5 7 ആയപ്പോഴും ഇൻക്രീസ് ആയത് എത്രയാണ്? 2 യൂണിറ്റ് ആണ്. സോ ഈ 2 യൂണിറ്റ് ആണ് ഈ 10 എന്ന് ഉള്ള സംഖ്യ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവിടെ സംഗതി വളരെ എളുപ്പമാണ്. അതായത് 2x ആണ് 10 അല്ലെ, 2x ആണ് 10. അങ്ങനെയെങ്കിൽ x എന്ന് പറഞ്ഞാൽ 10/2 is equal to 5 ആയിരിക്കും. ഈ x എന്താന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ റേഷ്യോയിലുള്ള എല്ലാം തന്നെ കിട്ടി അല്ലെ. അപ്പോ x നമുക്ക് 5 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ സംഖ്യകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ രണ്ട് സംഖ്യകൾ 3:5 ആണ് എന്ന് തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്താൽ മതി? 3x എത്രയാണെന്നും 5x എത്രയാണെന്നും കണ്ടുപിടിച്ചാൽ സംഖ്യകളായി. 3x എന്ന് പറയുന്നത് എത്രയായിരിക്കും? 3 ഗുണം 5. x ഇപ്പൊ നമുക്ക് കിട്ടി 5 എന്ന്. അപ്പൊ 3 into 5 15 എന്നും 5x എന്ന് പറഞ്ഞാൽ 5 into 5 25 ആയിരിക്കും. 15ഉം 25ഉം ആണ് നമ്മുടെ സംഖ്യകൾ. ഓക്കെ അല്ലേ? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 42 സെന്റിമീറ്റർ വ്യാസവും 10 സെന്റിമീറ്റർ ഉയരവും ഉള്ള ഒരു സിലിണ്ടർ ആകൃതിയിലുള്ള ബക്കറ്റിൽ നിറയെ മണൽ നിറച്ചിരിക്കുന്നു. ബക്കറ്റിലെ മണൽ താഴേക്കിട്ടപ്പോൾ മണൽ ഒരു കോണിന്റെ ആകൃതിയിലേക്ക് മാറി. കോണിന്റെ ഉയരം 21 സെന്റിമീറ്റർ ആയാൽ കോണിന്റെ അടിസ്ഥാന വിസ്തീർണം എന്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്.
ബേസ് ഏരിയ എന്നുള്ളതിനെ മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോഴാണ് അടിസ്ഥാന വിസ്തീർണം എന്ന് വന്നിട്ടുള്ളത്. റിയലി അത് നമ്മള് മലയാളത്തില് പാദ വിസ്തീർണം എന്നാണ് പറയുക. അടിസ്ഥാന വിസ്തീർണമല്ല, ബേസ് ഏരിയ എന്ന് പറയുമ്പോൾ പാദ വിസ്തീർണമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് ഇംഗ്ലീഷിൽ ചോദ്യം ഇട്ടിട്ട് അതിനെ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഇട്ടിട്ട് മലയാളത്തിലേക്ക് ആക്കുവാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ചോദ്യത്തില് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ നമ്മളോട് നമുക്ക് തന്നിട്ടുള്ള കാര്യം ഇതാണ്: 42 സെന്റിമീറ്റർ വ്യാസവും 10 സെന്റിമീറ്റർ ഉയരവുമുള്ള സിലിണ്ടർ ഷേപ്പ്. അപ്പൊ ഈ സിലിണ്ടർ ഷേപ്പിനകത്ത് മണലാണ്. അപ്പോ ഒരു എന്തെങ്കിലും ഒരു ഇത്തരത്തിൽ ഷേപ്പിന്റെ ഉള്ളിൽ വെള്ളം നിറച്ചിരിക്കണമെന്നോ മണൽ നിറച്ചിരിക്കുന്നോ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന്റെ വോള്യത്തിന്റെ ഫോർമുലയാണ് ഇവിടെ ഉപയോഗിക്കുക. ഓക്കെ, വ്യാപ്തം കാണാനുള്ള ഫോർമുല. അപ്പോ സിലിണ്ടറില് ഉള്ള മണലുകൾ എടുത്ത് താഴേക്ക് ഇട്ടപ്പോൾ അതൊരു കോണിന്റെ ആകൃതിയിലായിട്ട് മാറി എന്ന് പറയണ്ട അല്ലെ. നമ്മൾ കോൺ അറിയാലോ, നമ്മള് ബർത്ത്ഡേ പാർട്ടിക്കൊക്കെ നമ്മൾ തലയിൽ വെക്കുന്ന തൊപ്പിയുടെ ഷേപ്പ് അല്ലെ, ഐസ്ക്രീം കോണിന്റെ ഷേപ്പ്, ആ കോൺ ആകൃതിയിലൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. സോ ഇവിടെ ഒരു സിലിണ്ടറും ഒരു കോണിന്റെ വോള്യവുമാണ് ഈക്വൽ ആയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. കാരണം ആ ഒരു സിലിണ്ടറിന്റെ അകത്തുള്ള മണൽ കംപ്ലീറ്റ് എടുത്തപ്പോഴാണ് നമുക്കൊരു കോണിന്റെ ആകൃതിയിൽ അവിടെ കിട്ടിയിട്ടുള്ളത്. സോ രണ്ടിന്റെയും വോള്യം എന്തായിരിക്കും? തുല്യമായിരിക്കും, വ്യാപ്തം തുല്യമായിരിക്കും. അങ്ങനെയാണെങ്കിൽ കോണിന്റെ ഉയരം 21 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. കോണിന്റെ അടിസ്ഥാന വിസ്തീർണമല്ല, പാദ വിസ്തീർണം എന്നാണ് പറയുന്നത് കേട്ടോ. അതായത് നമുക്ക് കോണിന്റെ ഷേപ്പ് എങ്ങനെയാ വരിക? ഈ രീതിക്കാ വരിക. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും, ഈ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വൃത്താകൃതിയാണ് അല്ലെ. ഇതിന്റെ ആ ഒരു വൃത്തത്തിന്റെ വിസ്തീർണം എത്രയായിരിക്കും? ഈ ഒരു പൈആർ സ്ക്വയർ ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. മനസ്സിലായോ? ആ ഒരു കോണിന്റെ ബേസ് ഏരിയ അല്ലെ, താഴെയുള്ള പാദ വിസ്തീർണം എന്ന് പറഞ്ഞാൽ പാദം എന്താണ്? ഒരു സർക്കുലർ ഷേപ്പ് ആണ്. അപ്പൊ ആ സർക്കിളിന്റെ എന്താ കാണേണ്ടത്? വിസ്തീർണം, ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലേ? അതിന് മുൻപേ മനസ്സിലാക്കുക, ഇത്തരത്തിൽ മണൽ മാറ്റി എടുക്കുക അല്ലെങ്കിൽ ഒരു ഗോളം ഉരുക്കി മറ്റൊരു സാധനം ഉണ്ടാക്കുക എന്നൊക്കെ പറയുമ്പോൾ അവിടെ നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് രണ്ടിന്റെയും വോള്യത്തിന്റെ ഫോർമുലകളാണ്. സോ ഇവിടുന്ന് നമുക്ക് എന്തൊക്കെ വേണം? വോള്യം ഓഫ് എ സിലിണ്ടറും വേണം, വോള്യം ഓഫ് എ കോൺ എന്ന് വേണം. അതായത് വോള്യം ഓഫ് സിലിണ്ടർ is equal to volume of cone. Volume of cylinder is equal to volume of cone ആണ്. അതായത് പൈ ആർ സ്ക്വയർ എച്ച്, അത് എന്തിന്റെ r ആയിരിക്കും? റേഡിയസ് സിലിണ്ടറിന്റെ ആണ്, ഹൈറ്റും സിലിണ്ടറിന്റെ ആണ്, is equal to 1/3 pi r square h എന്ന് വരും. pi r square h is equal to 1/3 pi r square h എന്ന് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഇനി ഇവിടെ നിന്ന് നമുക്ക് equal to ന്റെ അപ്പുറവും ഇപ്പുറവും ഒരേപോലെയുള്ള ആൾക്കാരെ കട്ട് ചെയ്ത് കളയാം. പക്ഷെ ആലോചിക്കുക, ഇവിടെ h ഉം r ഉം ഒന്നും കട്ട് ചെയ്യരുത്. കാരണം സിലിണ്ടറിന്റെ ഹൈറ്റ് വേറെ, കോണിന്റെ ഹൈറ്റ് വേറെ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കട്ട് ചെയ്യാം. ഇവിടെ സിലിണ്ടറിന്റെ റേഡിയസ് പറയുന്നത് 21 ആണ്. സോ 21 into 21 into സിലിണ്ടറിന്റെ ഹൈറ്റ് പറയുന്നത് 10 ആണ്. ഓക്കെ, is equal to ഇവിടെയോ 1/3 പൈ. ഇവിടെ നമ്മളോട് കോണിന്റെ റേഡിയസ് കാണാൻ, റേഡിയസ് നമുക്ക് അറിഞ്ഞൂടാ, അപ്പൊ ആർ സ്ക്വയർ എന്ന് തന്നെ എഴുതാം. എച്ച് ഹൈറ്റ് തന്നിട്ടുണ്ട്, ഹൈറ്റ് 21 എന്നുമാണ്. ഹൈറ്റ് is equal to 21 എന്നുമാണ്. അപ്പൊ അറിയുന്ന വാല്യൂസ് എല്ലാം തന്നെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരുപോലെയുള്ളവരെ നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്ത് കളയാം. ഒരുപോലെയുള്ളത് പൈ രണ്ടിടത്തുണ്ട്, കട്ട് ചെയ്ത് കളയാം. 21 രണ്ടിടത്തുണ്ട്, കട്ട് ചെയ്ത് കളയാം. ഇനി വേറെ ആരും രണ്ടിടത്തും ഇല്ലല്ലോ. ഓക്കെ, ഇവിടുന്ന് നമുക്ക് ആർ സ്ക്വയർ എന്താണെന്ന് ഒന്ന് എഴുതണം. ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 21 into 10, ഈ 1/3 ഈക്വൽ ടു ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ into 3 ആയിട്ട് മാറും. അപ്പോൾ ആർ സ്ക്വയർ വരെ നമ്മൾ നോക്കിയാൽ മതി. കാരണം നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഈ ഒരു കോണിന്റെ പാദ വിസ്തീർണമാണ്, ബേസ് ഏരിയ ആണ്. ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് സർക്കുലർ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ പൈ ആർ സ്ക്വയർ എത്രയാണെന്നാണ് നിങ്ങൾ കാണേണ്ടത് അല്ലെ. സോ ഇവിടുന്ന് നമുക്ക് പൈ ഇൻറ്റു ആർ സ്ക്വയർ ആയിട്ട് ഇപ്പൊ 2 into 10 into 3 എന്നുണ്ട് അല്ലെ. ആർ സ്ക്വയർ ആയിട്ട് 2 into 10 into 3 എന്ന് അതുപോലെ തന്നെ എഴുതി വെച്ചു. വീണ്ടും അതിന് r കണ്ടുപിടിക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം നമുക്ക് നേരിട്ട് ഈ ആർ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഈ പൈയുടെ വാല്യൂ 22/7 into 2 into 10 into 3 എന്ന് കൊടുക്കാം. 2 അല്ല കേട്ടോ, 21 ആണ്. ഇവിടെ 21 വരും.
ഓക്കെ, 21 into 10 into 3 എന്ന് കൊടുക്കാം. ഇവിടുന്ന് 21 7ൽ 3 ടൈംസ് പോകും. then 22 into 9 into 10 എന്ന് വരും അല്ലെ. 22 into 9 ചെയ്യുമ്പോൾ 198 198 ആണ് കിട്ടുക. അതിന്റെ കൂടെ ഒരു 10ഉം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1980 എന്ന് നമുക്ക് എന്ത് കിട്ടും? ബേസ് ഏരിയ നമുക്ക് കിട്ടും. കോണിന്റെ ബേസ് ഏരിയ 1980 ആണ്. ഇവിടെ നോക്കൂ, 1980. ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? സോ ഇത്തരത്തിൽ നമുക്ക് എന്താണ് ഈ ഒരു ജോമെട്രിക്കൽ ഫിഗർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. മിക്കവാറും വോളിയം റിലേറ്റഡ് ആയിരിക്കും. അപ്പൊ എല്ലാത്തിന്റെയും വോളിയം ഒന്ന് പഠിച്ചു പോകുന്നത് നല്ലതാണ്. അപ്പൊ ഇപ്പോൾ എന്തായാലും നിങ്ങൾ സിലിണ്ടറിന്റെ വോളിയം πr²h ആണെന്നും കോണിന്റെ വോളിയം 1/3 πr²h ആണെന്നും പഠിച്ചു വെച്ചേക്കാം. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു പരീക്ഷയിൽ 40% വിദ്യാർത്ഥികൾ ഇംഗ്ലീഷിലും 53% വിദ്യാർത്ഥികൾ ഗണിതത്തിലും പരാജയപ്പെട്ടു. 2 വിഷയങ്ങളിലും 15% പേർ തോറ്റാൽ 2 വിഷയങ്ങളിലും വിജയിച്ചവരുടെ ശതമാനം എത്രയാണ്? 24, 26, 23, 22 എന്നാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇവിടെ ആദ്യം ഫെയിൽ ആയിട്ടുള്ളവരുടെ അല്ലെ, തോറ്റവരുടെ ശതമാനമാണ് തന്നിട്ടുള്ളത്. അപ്പൊ ഈ ഒരു കാര്യമൊക്കെ നമുക്കൊന്ന് എഴുതാം. അതായത് ആദ്യം നമുക്ക് 40% വിദ്യാർത്ഥികൾ ഇംഗ്ലീഷിൽ. അപ്പൊ ഇംഗ്ലീഷിൽ ഫെയിൽ ആയത് എത്ര ശതമാനമാണ്? 40% പേരാണ് ഇംഗ്ലീഷിൽ ഫെയിൽ ആയിട്ടുള്ളത്. ഇനി 53% പേര് മാത്സിൽ അല്ലെ. മാത്സിൽ ഫെയിൽ ആയിട്ടുള്ളത് എത്ര പേരാണ്? 53% പേരാണ്. ഇനി 2 വിഷയത്തിലും, അതായത് ഈ ഇംഗ്ലീഷിലും ഈ മാത്സിലും കൂടെ ഫെയിൽ ആയിട്ടുള്ളവര് ബോത്ത് അല്ലെ, രണ്ടിലും ഫെയിൽ ആയിട്ടുള്ളവർ എത്ര പേരാണ്? 15% പേരാണ് ഉള്ളത്. അപ്പൊ ഇവരില് എത്ര പെർസെന്റേജ് ആൾക്കാർ മൊത്തത്തിൽ ഫെയിൽ ആയി എന്നുള്ളതാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ടോട്ടൽ ഫെയിൽ എത്ര പെർസെന്റേജ് ആണെന്ന് കേട്ടോ. ടോട്ടൽ ഫെയിൽ എത്ര പെർസെന്റേജ് ആണെന്ന് കാണണമെങ്കിൽ ഇംഗ്ലീഷിൽ ഫെയിൽ ആയവരുടെ ശതമാനം പ്ലസ് മാത്സിൽ ഫെയിൽ ആയവരുടെ ശതമാനം. ഈ 15 എന്ന് പറയുന്നത് ഈ ഇംഗ്ലീഷിലും മാത്സിലും ഇൻക്ലൂഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അല്ലെ. അപ്പോൾ ആ 15നെ അങ്ങോട്ട് എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. 40 + 53 - 15 ആണ്. 40ഉം 53ഉം കൂടെ കൂട്ടിയാൽ 93 എന്ന് കിട്ടും. 93 - 15 78% എന്ന് കിട്ടും. ടോട്ടൽ 100% ആണല്ലോ. ഈ 100%ല് 78% പേര് ഫെയിൽ ആണ്. നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? വിജയിച്ചവരുടെ ശതമാനമാണ് ചോദിച്ചിട്ടുള്ളത്. വിജയിച്ചവരുടെ ശതമാനം. അപ്പൊ ടോട്ടലി 100% ആണുള്ളത്. അതിൽ 78% പേരാണ് ഫെയിൽ ആയിട്ടുള്ളതെങ്കിൽ എത്രയായിരിക്കും പാസ് ആയിട്ടുണ്ടാവുക? 100ൽ നിന്നും ഈ 78 കുറച്ചാൽ മതി. 22% പേരായിരിക്കും 22% പേരായിരിക്കും പാസ് ആയിട്ടുണ്ടാവുക. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, മനസ്സിലാക്കുക. ഈ 15 എന്ന് പറയുന്നത് ആ ഇംഗ്ലീഷിലും മാത്സിലും രണ്ടെണ്ണത്തിലും ഫെയിൽ ആയവരാണ്. സോ അത് രണ്ടെണ്ണത്തിലും ഉള്ളതാ. അതുകൊണ്ട് എപ്പോഴും ടോട്ടൽ ഫെയിലിയേഴ്സ് കാണുന്നത് എങ്ങനെയാ? ആ 40 + 53 - 15 ആണ് ചെയ്യേണ്ടത്. ഓക്കെ, എന്നിട്ട് ടോട്ടൽ 100% ആണ്. 100%ൽ നിന്ന് ഈ ഫെയിൽ ആയവരുടെ പെർസെന്റേജ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ പാസ് ആയവരുടെ പെർസെന്റേജ് കിട്ടും. ക്ലിയർ അല്ലേ? ഓക്കെ, ഇവിടെ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചുവപ്പ് സമം 12, നീല സമം 20, വയലറ്റ് സമം 42 ആയാൽ മജന്തയുടെ കോഡ് എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എപ്പോഴും ഇംഗ്ലീഷിലെ ആൽഫബറ്റ് റിലേറ്റഡ് ആയിരിക്കും വരുന്നുണ്ടാവുക. സോ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്? റെഡ് അല്ലെ. റെഡ്, ചുവപ്പ് എന്ന് പറയുമ്പോൾ റെഡ് 12 ആണ്. ബ്ലൂ അല്ലെ, നീല എത്രയാണ്? 20 ആണ് കോഡ്. then വയലറ്റിന്റെ കോഡ് എന്താ? വയലറ്റിന്റെ കോഡ് 42. അങ്ങനെയാണെങ്കിൽ മജന്തയുടെ കോഡാണ് ചോദിച്ചിട്ടുള്ളത്. മജന്തയുടെ കോഡാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇവിടെ നിന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഈ 12 കിട്ടിയത് എങ്ങനെയാണെന്നറിയോ? ഇവിടെ എത്ര ലെറ്റേഴ്സ് ആണുള്ളത്? 3 ലെറ്റേഴ്സ് ആണുള്ളത് അല്ലെ. സോ 3 into 3യുടെ തൊട്ടടുത്ത നമ്പർ ആയ 4, അങ്ങനെയാണ് ഈ 12 വന്നത്. 3 into 3 ലെറ്റേഴ്സ് ആണുള്ളത്. 3 into 3ന്റെ തൊട്ടടുത്ത ലെറ്റർ ആയ 4, 3 into 4 12 ആണ്. then ഇവിടെ എത്ര ലെറ്റേഴ്സ് ആണ് ഉള്ളത്? 4 ലെറ്റേഴ്സ് ആണ് ഉള്ളത്. അപ്പൊ 4 into 4ന്റെ തൊട്ടടുത്ത സംഖ്യ ട്ടോ, സംഖ്യയാണ്, ലെറ്റർ അല്ല, നമ്പർ. 4ന്റെ തൊട്ടടുത്ത നമ്പർ 5. 4 into 5 20.
ഇവിടെ 1 2 3 4 5 6 അല്ലെ? അപ്പോ 6 into 6ന്റെ തൊട്ടടുത്ത നമ്പർ ഏതാണ്? 7. നോക്കൂ 6 7 42 6 ഗുണം 7 അല്ലെ? അങ്ങനെയാണെങ്കിൽ മജന്ത എങ്ങനെയായിരിക്കും വരേണ്ടത്? മജന്തയിൽ 1 2 3 4 5 6 7 ആണ് ഉള്ളത്. 7 into 8 ആണ്. 7 into 8 56 ആയിരിക്കും. നമുക്ക് ആൻസർ കിട്ടുക ഓപ്ഷൻ സി ആണ്. ക്ലിയർ അല്ലേ? സോ ഇത്തരത്തിൽ മലയാളത്തിൽ ചോദ്യം വരുമ്പോൾ ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് ഇംഗ്ലീഷിലുള്ള കാര്യം കൂടെ നോക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. ആൽഫബറ്റിന്റെ എണ്ണം റിലേറ്റഡ് ആയിരിക്കും മിക്കവാറും ഈ കോഡ് ഉണ്ടാവുക. ഓക്കെ അല്ലേ? സോ ഇവിടെ എന്താ ചെയ്തിട്ടുള്ളത്? ആ ഒരു ഓരോ ഇപ്പൊ റെഡ് ആണെങ്കിൽ റെഡിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ടെന്ന് നോക്കാം. 3 ലെറ്റേഴ്സ് ആണ്. 3 into 3ന് തൊട്ടടുത്ത സംഖ്യ 4. 3 into 4 12. അതുപോലെ 4 into 5 20. 6 into 7 42 ആണെങ്കിൽ മജന്തയിൽ എത്ര പേരാ ഉള്ളത്? 7 ലെറ്റേഴ്സ് ആണ് ഉള്ളത്. അപ്പൊ 7 into 7 തൊട്ടടുത്ത നമ്പർ 8 7 8 56. ക്ലിയർ അല്ലേ? സോ ഇത്രയുമാണ് ഇന്നത്തെ നമ്മുടെ റിവിഷൻ ക്വസ്റ്റ്യൻ. സോ ഡിഗ്രി പ്രിലിംസിന് പഠിക്കുന്നവർക്ക് എല്ലാവർക്കും ഇത് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. ഇതുപോലുള്ള മറ്റൊരു സെഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.